സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ സമയവും കഴിഞ്ഞു പോവും, ഈ സമയവും കഴിഞ്ഞു പോവും എന്നുള്ളത് പലപ്പോഴും ആശ്വാസമായും ആളുകൾക്ക് തോന്നാറുണ്ട്. എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സംഭവങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ആശ്വാസം നൽകുന്നതാവാം, ചിലപ്പോൾ ആശങ്ക നൽകുന്നതാവാം, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് ആവാം, അത് പോസിറ്റീവ് ആവാം. ഈ നെഗറ്റീവും പോസിറ്റീവും ആകുന്നത് പലപ്പോഴും നമ്മൾ അതിനെ നോക്കിക്കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നടക്കുന്ന സംഭവവുമായി ഈ നെഗറ്റീവിനോ പോസിറ്റീവിനോ വലിയ ബന്ധം കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നടക്കുന്ന സംഭവമോ സാഹചര്യമോ അല്ല സത്യത്തിൽ, നമ്മളതിനെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാടുകളാണ് ആ സംഭവം നമ്മെ ആഴത്തിൽ ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പല സംഭവങ്ങളും സാഹചര്യങ്ങളും ഇതുപോലെയാണ്. ചില ബിസിനസ്സിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമായിരിക്കാം ഈ സംഭവങ്ങളും സാഹചര്യങ്ങളുമെല്ലാം. പക്ഷേ അത് എൻ്റെ ബിസിനസ്സിനെ വളരെ ആഴത്തിൽ ബാധിക്കുമെന്നും ഈ ഒരു കാരണം കൊണ്ട് എൻ്റെ ബിസിനസ് തകരുന്നു എന്നും തോന്നുന്ന ഒരുപാട് ആളുകൾ ഓൺട്രപ്രണേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. പല പഠനങ്ങളും പറയുന്നത് ഓൺട്രപ്രണേഴ്സിൻ്റെ മൈൻഡ് സെറ്റാണ് ശരിക്ക് ആ ബിസിനസ്സിൻ്റെ വിജയത്തെ തീരുമാനിക്കുന്നത് എന്നതാണ്. അത് കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനും കഴിയും. അപ്പോൾ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതല്ല നമ്മളുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നിർണ്ണയിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്കങ്ങനെ ഒരു ആശങ്കയുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, ഈ സമയവും കടന്നു പോകും. ഈ നടക്കുന്ന സമയം അല്ലെങ്കിൽ ഈ നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും പെർമനൻ്റേ അല്ല. ഈ ലോകത്തൊരു കാര്യവും പെർമനൻ്റായി നിലനിൽക്കുന്നില്ല. സാഹചര്യങ്ങളും സംഭവങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആ കഴിഞ്ഞുപോയ സംഭവത്തിലും സാഹചര്യത്തിലും നമ്മൾ കടിച്ചു തൂങ്ങുകയാണ് എങ്കിൽ, അതിൽ നിലനിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വളരെ പ്രയാസമാണ് നമ്മുടെ വിജയത്തെ മുന്നോട്ട് നയിക്കുവാൻ. വളരെ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ. കാരണം കഴിഞ്ഞുപോയ ഒരു സംഭവത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആ സാഹചര്യം കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ നാം അതിനെ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞുപോയ ഒരു കാര്യത്തിനും എനർജി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതിനെ വീണ്ടും നമ്മൾ നമ്മുടെ എനർജി കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിർത്തി കൊണ്ടുപോവുകയാണ് എങ്കിൽ, ആ നിലനിർത്തി കൊണ്ടുപോകലാണ് സത്യത്തിൽ നമ്മെ പ്രയാസത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം വളരെ വ്യക്തമാണ്. നടക്കുന്ന സംഭവങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളോ അല്ല നമ്മളെ പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്, പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ വീണ്ടും നാം നിലനിർത്തി കൊണ്ടുപോകുന്നതുമാണ് എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവമോ ഒരു സാഹചര്യത്തിലോ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ അതിനെ അവിടെ വിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനെ വിടുക എന്നുള്ളത് മാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് എന്താണോ
അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുമുണ്ട്. അപ്പോൾ ഏതൊരു സംഭവത്തിലൂടെ, ഏതൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും അതിനെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ആ സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതുകൊണ്ടുണ്ടാവുന്ന എന്തൊക്കെയാണോ ആഘാതങ്ങൾ അതിനെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളിലൂടെ മുന്നോട്ട് പോവുക, അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ വിജയത്തിൻ്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഇനിയും നിങ്ങൾക്ക് വരാനുള്ളത് ഇതിൻ്റെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കുക. ഇതേ കാര്യങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഇനിയും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളത്. അപ്പം അതുകൊണ്ട് മാറുവാൻ നമ്മൾ തയ്യാറാവണം, തിരുത്തുവാൻ തയ്യാറാവണം. എവിടെയാണോ നമുക്ക് തിരുത്തൽ വേണ്ടത് അവിടെ തിരുത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. തീർച്ചയായും ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെയാണുള്ളത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക, വളരെ ശക്തനായി ഊർജ്ജസ്വലതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാബ്.